കണ്ണിലൊന്ന് മരുന്നൊഴിക്കണമെന്ന് വെച്ചിട്ട് ആരെയും ഗോപ, നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലെറ്റർ അയക്കേ, നീ കൊണ്ടുപോരെ. ഓ, കണ്ണില് മരുന്നൊഴിച്ചുകൊണ്ടിരിക്കുന്നോ? നിനക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലെറ്റർ നിനക്ക് പേഴ്സണൽ വന്നിട്ടുള്ള ലെറ്ററിൽ ഞാൻ എങ്ങനെയാ പൊട്ടിച്ചു വായിക്കുന്നത്? ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിനക്ക് എന്നെ എത്രയോ വർഷം കൊണ്ട് അറിയാല്ല. നീ പൊട്ടിച്ചു വായിരു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. എഴുത്ത് കുറെ ഉണ്ടല്ലോ. ഇതാരിങ്ങനെ എഴുതാൻ? ഞാനും അത് തന്നെ ആലോചിക്കണം. ഗോപൻ ചേട്ടൻ അറിയുന്നതിന് നിരവധി പ്രതീക്ഷകളോടെയാണ് ഞാൻ ഗോപൻ ചേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇത് ജയാണ്. ജയക്കാണ് ഒരുപാട് പ്രതീക്ഷകളുള്ളത്. എന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന പോലെയാണ് ഗോപൻ ചേട്ടൻ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതിലൊന്നുപോലും നിറവേറ്റിയില്ല. ഒരു കാര്യം മനസ്സിലായത്, ഇത് ജയമല്ല, ഓ രേണുവാണ്. പിന്നെയുണ്ടോ? രേണുവിനോടാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റാത്തത്. ദേവരുടെ അടുത്തത് ഗോപൻ ചേട്ടനെ പല വീട്ടമ്മമാരും തെറി വിളിച്ചതും നാട്ടുകാർ അടിച്ചതുമൊക്കെ എനിക്ക് കാണേണ്ടി വന്നു. ഇതിനിടയിൽ ഇതും സംഭവിച്ചു. അപ്പൊ നീ പറഞ്ഞ അനുസരിച്ച് ഇത് രേണു അല്ല, പിന്നെ ഇത് ആരായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്തത്, നമ്മൾ ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഓക്കെ ഓക്കെ, അത് ഇപ്പൊ ആളെ പിടികിട്ടി കേട്ടാ. അതെന്നറിയാം, വേദനയോടെ ഞാൻ വിട പറയുകയാണ്. നാളെ മുതൽ ഗോപൻ ചേട്ടന്റെ ജീവിതത്തിൽ ഞാനില്ല. അയ്യോ, ചതിച്ചോ? ഇന്ന് രാത്രി 12 മണിയോടെ ഞാൻ യാത്ര പറയേണ്ടി വരും. അയ്യോ, ഏതായാലും ഇതാരാണ് എഴുതിയെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷ. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഞാൻ കാണും, ഞാൻ പോവും. നീ അവസാനത്തെ വരി ഒന്ന് വായിക്കടേ. എടുക്കാമായോ? അല്ല, ഒന്ന് വായിക്ക്. നാളെ മുതൽ കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വന്തം നീ എന്നെ ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലേ, ഞാൻ പേടിച്ചു. എന്തായാലും കൊള്ളാം. 1, 2, 3 ഒന്നും അല്ല, അതും ഈ പ്രായം കൂടെ കണക്കൂട്ടണം.